ഒരു ഷോട്ട് തന്നെ ഒരുപാട് തവണ ആൾക്കാർ എടുക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് തവണ ടേക്ക് ഒക്കെ പോവാറുണ്ടോ? ഇപ്പൊ ഞാൻ സിനിമയിലോട്ട് കുറച്ച് അധികം നാളെ, ഏകദേശം 10 വർഷമായി. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ടെൻഷൻ മാറി. അതായത് ഞാൻ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി എന്ന് പറയൽ വലിയ സംഭവമില്ല. എൻ്റെ 24ാമത്തെ ടേക്കിലാണ് ഓക്കെ ആയത്, അതിലും വലിയ സംഭവമില്ല. കാര്യം തിയേറ്ററിൽ ഇത് ആരും അറിയാൻ പോകില്ല. സ്ക്രീനിൽ സിനിമ വരുമ്പോൾ ഇത് എത്രാമത്തെ ടേക്കിലാണ് എൻ്റെ ഈ അഭിനയം എന്നുള്ളത് ഒരാളും അറിയാൻ പോകുന്നില്ല. വേറെ കാര്യമുണ്ട്, എൻ്റെ മിസ്റ്റേക്ക് കാരണം 24 ടേക്ക് പോയാൽ ഒബ്വിയസ്ലി അവിടെ ഒരുപാട് സമയനഷ്ടം വരുന്നുണ്ട്. പല ടെക്നീഷ്യന്മാരുടെ വർക്ക് കൂടും. ഈ പ്രഷറൊക്കെ ഉള്ളത് സത്യം. ഞാൻ ഒറ്റ ടേക്കിൽ ഒരാൾ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതുകൊണ്ട് അയാൾ ഗംഭീരം നടന്നാവുന്നില്ല. ഞാൻ കേട്ട വലിയ വലിയ ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ അവർ മനഃപൂർവ്വം തെറ്റിക്കണം. ഇത്രയും ടേക്ക് കഴിയുമ്പോഴാണ് അവരുടെ ആക്ടിങ് ഇമ്പ്രൂവ് ആവുക എന്ന് പറഞ്ഞു. കാരണം അതോടെ അവരുടെ ടെൻഷൻ മാറി. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ആ ക്യാരക്ടറിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ല, ടേക്ക് എത്ര ആയിക്കോട്ടെ, അതല്ല എന്നെക്കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്നുള്ള രീതി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ഡയറക്ടർ ഹാപ്പിയാണ് വരെ പെർഫോം ചെയ്യാൻ. ഡയറക്ടറാണ് ഏത് ഷോട്ടാണ് വെക്കുക എന്ന് തീരുമാനിക്കും. ചിലപ്പോൾ എൻ്റെ ആദ്യത്തെ ഷോട്ട് തന്നെ ആയിരിക്കും വെക്കുക, നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ എൻ്റെ മാറിയിട്ടുണ്ട്. പിന്നെ ടേക്ക് എടുക്കാനും കൂടി ഉള്ളതാണ് സിനിമ. അതുകൊണ്ടാണ് സിനിമ. നമ്മൾ ഇപ്പം നാടകം നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം നമ്മൾ മാക്സിമം റിഹേഴ്സൽസ് കഴിഞ്ഞ് ബൈ ഹേർട്ട് ചെയ്താൽ ചെല്ലുന്നത്. എത്രയോ മാസങ്ങൾ റിഹേഴ്സൽ. ബിക്കോസ് ആ പെർഫോമൻസിന് റീടേക്ക് ഇല്ല. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പലതരം ഷോട്ടുകൾ ഒരേപോലെ അടുപ്പിച്ച് വെച്ചിട്ടാണ് ഒരു സീൻ ഉണ്ടാക്കിയിട്ടുള്ളതും സീനുകൾ കണ്ടിന്യൂ ചെയ്യുന്നിടത്താണ് സിനിമ ഉണ്ടായെന്നുള്ളത് അറിഞ്ഞിട്ടാണ് നമ്മൾ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്രാമത്തെ ടേക്ക് എന്നുള്ളത് സിനിമയ്ക്ക് ഫാക്റ്റ് അല്ല, ശരിക്കും ബാധിക്കുന്നില്ല. കാരണം ആ റീടേക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ അതിന്റെ സിനിമ എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്തൊരു ചീഫ് അസോസിയേറ്റ് മനീഷേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര്. എൻ്റെ ഫേവറേറ്റ് ചീഫ് അസോസിയേറ്റ് അല്ല അദ്ദേഹം, എന്നെ വഴക്കൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ ഒരുപാട് ലെസൺസ് പുള്ളി പഠിച്ചു. അതിലൊന്നാണ് പുള്ളി എന്നെ പറഞ്ഞു, ഞാൻ ഇത്രയും വർഷമല്ല സിനിമയിൽ, ചില ആക്ടേഴ്സ് പെർഫോം ചെയ്തിട്ട് ഞങ്ങൾ പട്ടപ്പം കൈയടിച്ചിട്ടുണ്ട്, അടിപൊളി. അതിൽ ടേക്ക് കഴിഞ്ഞതും അവിടുത്തെ ക്രൂ മൊത്തം കൈയടിച്ചിട്ട് തിയേറ്ററിൽ ഒരു അനക്കവും ഇല്ലാത്ത സീൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഞെട്ടിപ്പോയത്, ഇതിനൊക്കെ നല്ല തമാശ, നല്ല ചിരിച്ചുള്ള ഹ്യൂമർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് തിയേറ്ററിൽ ഒരു അനക്കമില്ല. 30 അല്ലെങ്കിൽ ടേക്കൊക്കെ പോയി തെറ്റിച്ച് മതി ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ആക്ടർ ഒരുപാട് വിഷമിച്ച് കരഞ്ഞു പോയ സീൻസ് തിയേറ്ററിൽ വരുമ്പോൾ കൈയടിക്കാനേ കണ്ടിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഓഡിയൻസിന്റെ കയ്യിലാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഓഡിയൻസ് അല്ല, ആ സീൻ വർക്കായാൽ, ആ ഒരു മാജിക് സംഭവിച്ചാൽ ഇതൊക്കെ അപ്രസക്തമാണ്, ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത്.